Psalm 136 verse 1. Oh, give thanks to the Lord, for he is good, his steadfast love endures forever. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ സന്യാസിനി സമൂഹത്തിലെ പാലക്കാട് ജെ ക്രിസ്റ്റോ പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഹ്ലാദത്തിൻ്റെയും നന്ദിയുടെയും ദിവസമാണ്. സങ്കീർത്തനം 116:12. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തകൻ്റെ ഈ മനോഭാവത്തോടെ ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ 14 അമ്മമാരുടെ സുവർണ ജൂബിലിയും 5 സഹോദരിമാരുടെ സിൽവർ ജൂബിലിയും പാലക്കാട് രൂപതയോടും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ചേർന്ന് ജെ ക്രിസ്റ്റോ പ്രൊവിൻസ് ആഘോഷിക്കുകയാണ്. കർത്താവാണ് എൻ്റെ പാനപാത്രവും ഓഹരിയും എന്ന് ഏറ്റുപറഞ്ഞ CMC സഭാ സ്ഥാപകനായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ആത്മചൈതന്യം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയായ വിശുദ്ധ എവുപ്രാസി അമ്മയുടെ മാതൃക അനുകരിച്ച് വിശുദ്ധരാവുക, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്ന CMC കാരിസം വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ജീവിച്ച് സന്യാസ വൃതാർപ്പണത്തിൻ്റെ സുവർണ ജൂബിലിയും രജത ജൂബിലിയും ആഘോഷിക്കുന്ന ഞങ്ങളുടെ അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും പാലക്കാട് രൂപതയുടെ CMC സഭയുടെ ജെ ക്രിസ്റ്റോ, ജയറാണി ക്രിസ്റ്റോ പ്രൊവിൻസുകളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജൂബിലി ആശംസകൾ. സിസ്റ്റർ ജാനീസ്, തൃശൂർ അതിരൂപത കൊട്ടേക്കാട് ഇടവക തൈക്കാട്ടിൽ ഈനാശു റോസ ദമ്പതികളുടെ 9 മക്കളിൽ 7ാമത്തെ മകളായി 1951 ജനിച്ചു. കർമ്മലയിലേക്കുള്ള ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വചനം പങ്കുവയ്ക്കാനായി പാലക്കാട് ജെ ക്രിസ്റ്റോ പ്രൊവിൻസിലേക്ക് വരികയും ദീർഘകാലം അട്ടപ്പാടിയിൽ മലയാളം അധ്യാപികയായി വിദ്യാഭ്യാസ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത സിസ്റ്റർ വിശ്വാസ പരിശീലന രംഗത്തും തീക്ഷ്ണതയോടെ അവിശ്രാന്തം ഇപ്പോഴും സേവനം ചെയ്യുന്നു. സിസ്റ്റർ മരിയ പോൾസി, ഇരിങ്ങാലക്കുട രൂപതയിൽ മാള സെയിൻറ്റ് സ്റ്റാനിസ്ലാവസ് ഫൊറോന ഇടവക പുതുശ്ശേരി ചെല്ലക്കുടം തറവാട്ടിൽ തോമസ് കുട്ടി ഏലിയാമ്മ ദമ്പതികളുടെ 2ാമത്തെ മകളായി 1948 ജനിച്ചു. ദിവ്യനാഥന്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് 1973 സന്യാസത്തിൽ പ്രവേശിച്ച സിസ്റ്റർ പോൾസി തൻ്റെ പ്രേക്ഷിത മേഖലയായി പാലക്കാട് തിരഞ്ഞെടുക്കുകയും വിദ്യാഭ്യാസ പ്രേക്ഷിത രംഗത്ത് അധ്യാപികയായും പ്രധാന അധ്യാപികയായും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും അനേകം മക്കൾക്ക് വിദ്യയുടെ വിളക്കായി തീരുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ജോ മരിയ, ഇരിഞ്ഞാലക്കുട രൂപതയിൽ ചൗക്ക ഇടവക കാളിയങ്കര വള്ളിവട്ടത്തുകാരൻ വർഗീസ് ട്രീസ മാതാപിതാക്കളിൽ നിന്നും ജനിച്ച സിസ്റ്റർ ജോ മരിയ ഒല്ലൂർ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ആത്മമണവാളന്റെ സ്വരം ശ്രവിച്ച് കർമ്മലയിൽ പ്രവേശിക്കുകയും പാലക്കാട് ജെ ക്രിസ്റ്റോ പ്രൊവിൻസ് സേവന രംഗമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അധ്യാപന ശുശ്രൂഷയിലൂടെയും ഓർഫനേജ് ഇൻചാർജ് എന്ന സേവനത്തിലൂടെയും അനേകരുടെ മനം കവർന്ന ഈശോയുടെ സ്നേഹം പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ വിജിൽ, ഇരിങ്ങാലക്കുട രൂപതയിൽ എടത്തുരുത്തി കർമ്മലനാഥ ഇടവകയിൽ ജനിച്ചു. 24 വർഷത്തോളം അധ്യാപന രംഗത്ത് ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ വിജിൽ പ്രധാന അധ്യാപികയായും സേവനം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും കർത്താവിന്റെ കാരുണ്യവും അനുഗ്രഹവും ദർശിച്ച സിസ്റ്റർ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ദൈവസ്നേഹത്തിൽ വളരാനായി പല പ്രോഗ്രാമുകളും നടത്തിയിട്ടുണ്ട്. കർമ്മലയുടെ ആധ്യാത്മികത സ്വന്തമാക്കിക്കൊണ്ട് തന്റെ അനാരോഗ്യത്തിലും എല്ലാവർക്കും തന്റെ സൗഹൃദവും സ്നേഹവും പകർന്നു കൊടുക്കുന്ന സിസ്റ്റർ വിജിലിന് ജൂബിലി മംഗളങ്ങൾ 1000 നേരുന്നു. സിസ്റ്റർ സീലിയ, ഇരിഞ്ഞാലക്കുട രൂപത കനകമല ഇടവക കുയിലാടൻ വീട്ടിൽ KK മാത്യുവിന്റെയും PO റോസയുടെയും മകളായി 1951 ജനിച്ചു. ദിവ്യരക്ഷകന്റെ വിളി സ്വീകരിച്ച് CMCയിലേക്ക് കടന്നുവന്ന സിസ്റ്റർ സീലിയയുടെ പ്രധാന പ്രേക്ഷിതത്വം അധ്യാപനമായിരുന്നു. നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിയോടെ വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും കണ്ടുമുട്ടുന്ന എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന സിസ്റ്റർ സീലിയ മതാധ്യാപനത്തിലൂടെയും ഭവന സന്ദർശനത്തിലൂടെയും ദൈവരാജ്യ വിപുലീകരണത്തിനായി പ്രാർത്ഥനയിലൂന്നി മുന്നേറുമ്പോൾ സ്നേഹത്തോടെ സുവർണ ജൂബിലി ആശംസകൾ നേരുന്നു. സിസ്റ്റർ കാതറിൻ ഫ്ലോസി, തൃശൂർ രൂപത നെല്ലിക്കുന്ന് ഇടവക മുണ്ടാടൻ MT ആന്റണിയുടെയും ആനിയുടെയും മകളായി 1951 ഭൂജാതയായ സിസ്റ്റർ കാതറിൻ ഫ്ലോസി
1973 തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് കോലഴി മഠത്തിൽ ചേരുകയും ഈശോയെ പകർന്നു കൊടുക്കുവാൻ പാലക്കാടേക്ക് വരികയും ചെയ്തു. നീണ്ട വർഷം മേഴ്സി കോളേജിൽ ഓഫീസ് സ്റ്റാഫായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച സിസ്റ്റർ ഇപ്പോൾ ജയമാത കോൺവെന്റിന്റെ സുപ്പീരിയറായും മതാധ്യാപനത്തിലൂടെയും ഈശോയുടെ സ്നേഹ സാന്നിധ്യമായി തന്റെ ശുശ്രൂഷകൾ തുടരുന്ന സിസ്റ്റർ ഫ്ലോസിക്ക് സുവർണ ജൂബിലി മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. സിസ്റ്റർ ബെൻസി തൃശൂർ അതിരൂപത പുത്തൻപീടിക ഇടവകയിൽ കുരുതുകുളങ്ങര അന്തോണി കൊച്ചുമറിയം മാതാപിതാക്കളിൽ നിന്നും 1951 ജനിച്ചു. 2 സഹോദരിമാരും 2 സഹോദരന്മാരുമുള്ള സിസ്റ്റർ ബെൻസിയുടെ 2 സഹോദരിമാരും CMC സിസ്റ്റേഴ്സ് ആണ്. സ്വന്തം സഹോദരിയായ സിസ്റ്റർ ആനി ജോണും ഈ വർഷം സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. ദൈവവിളി സ്വീകരിച്ച് CMC സന്യാസിനി സമൂഹത്തിൽ സിസ്റ്റർ 38 വർഷം സ്കൂൾ ഓഫീസിൽ കോയമ്പത്തൂരും പാലക്കാടുമായി സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്തു. മത അധ്യാപനവും ഭവന സന്ദർശനവും വഴി അനേകം മക്കളെ വിശ്വാസ വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്ത സിസ്റ്റർ ബെൻസി തൻ്റെ സ്നേഹ ശുശ്രൂഷയിലൂടെ താനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും യേശുവിൻ്റെ കരുതലും സംരക്ഷണവും നൽകാൻ എന്നും പരിശ്രമിച്ചിരുന്നു. സിസ്റ്റർ റോസ്ലിറ്റ് തൃശൂർ അതിരൂപതയിലെ മറ്റം ഇടവകയിൽ എടക്കളത്തൂർ, മുട്ടിക്കൽ യൗസേബ്, ക്ലമേന എന്നീ മാതാപിതാക്കളിൽ നിന്ന് 1952 ജനനം. 1973 സന്യാസത്തിൽ പ്രവേശിച്ച സിസ്റ്റർ റോസ്ലിറ്റിന്റെ പ്രധാന പ്രേക്ഷിത രംഗം അധ്യാപനമായിരുന്നു. 18 വർഷത്തോളം പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിച്ച സിസ്റ്റർ കുട്ടികൾക്ക് അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനും എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നതിനും വചനം പഠിക്കുന്നതിനും വചനപ്രഘോഷണത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. തുടർച്ചയായി ലോഗോസ് ക്വിസിൽ സമ്മാനത്തിനർഹയായി തീരുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ഫിലോ ജോൺ തൃശൂർ അതിരൂപതയിലെ എരനെല്ലൂർ ഇടവകയിൽ തലത്തോട്ടൂർ തറവാട്ടിൽ അന്തപ്പൻ ത്രേസ്യ ദമ്പതികളുടെ 6 മക്കളിൽ 4ാമത്തെ മകളായി 1952 ജനിച്ചു. 1972 നാഥന്റെ ദിവ്യസ്വരത്തിന് കാതോർത്ത് സന്യാസത്തിൽ പ്രവേശിച്ച സിസ്റ്റർ ഫിലോ ജോണിന്റെ പ്രധാന സേവന രംഗം അധ്യാപനമായിരുന്നു. അട്ടപ്പാടിയിലുള്ള 3 ഹൈസ്കൂളുകളിലും ബയോളജി ടീച്ചറായി പാവപ്പെട്ട മക്കൾക്ക് അറിവും ജ്ഞാനവും പകർന്നേകാൻ അവസരം ലഭിച്ച സിസ്റ്റർ പ്രധാന അധ്യാപികയായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ വിൻസി തൃശൂർ അതിരൂപത എറണാട്ടുകര നീലങ്കാവൽ ഫ്രാൻസിസ് താണ്ടു എന്ന മാതാപിതാക്കളുടെ 7ാമത്തെ സന്താനമായി സിസ്റ്റർ മരിയ വിൻസി ജനിച്ചു. 1973 സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സിസ്റ്റർ വിൻസിയുടെ പ്രധാന സേവന രംഗമായിരുന്നു മേഴ്സി കോളേജ് ഓഫീസ്. തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവമഹത്വത്തിനായി കാഴ്ചവെച്ച് കർമ്മലയിൽ ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ വിൻസി തന്റെ സ്നേഹ ശുശ്രൂഷയിലൂടെ അനേകം മക്കൾക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കുളക്കാട്ടുകുറിശി ക്രിസ്തുരാജ കോൺവെന്റിന്റെ സുപ്പീരിയറായി സേവനം അനുഷ്ഠിക്കുന്ന സിസ്റ്റർ വിൻസിക്ക് ജൂബിലിയുടെ മംഗളങ്ങളും നന്മകളും സ്നേഹപൂർവ്വം നേരുന്നു. സിസ്റ്റർ ജിയോ തൃശൂർ അതിരൂപത ഒല്ലൂർ ഇടവകയിൽ അക്കര ദേവസി മറിയാമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 6ാമത്തെ സന്താനമായി സിസ്റ്റർ ബ്രിജിറ്റ് ജിയോ ജനിച്ചു. സന്യാസ ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് 1973 കോലഴിയിൽ വരികയും പാലക്കാടിന്റെ മണ്ണിലേക്ക് സേവനമനുഷ്ഠിക്കാൻ ധീരതയോടെ മുന്നോട്ട് വരികയും ചെയ്തു. ദീർഘകാലം മേഴ്സി കോളേജ് ഓഫീസിൽ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ തന്റെ ശുശ്രൂഷയിലൂടെ അനേകം മക്കൾക്ക് ദൈവത്തിന്റെ കരുതലും സാന്നിധ്യവും പകർന്നേകി. സിസ്റ്റർ തെരേസ് പോൾ ഇരിങ്ങാലക്കുട രൂപത മാള സ്റ്റനിസ്ലാവസ് ഇടവക കോഴിപ്പാട്ട് പൗലോസ് ആനി ദമ്പതികളുടെ മൂത്തമകളായി 1952 ജനനം. ദിവ്യരക്ഷകന്റെ വിളി സ്വീകരിച്ച് കടന്നുവന്ന സിസ്റ്റർ തെരേസ് പോൾ മിഷൻ ചൈതന്യം ഉള്ളിൽ ശക്തിപ്പെട്ട് പാലക്കാടേക്ക് വന്നു. ദൈവം തന്നെ നിയോഗിച്ചാക്കിയ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ രംഗം, ഫാമിലി അപ്പോസ്തോലേറ്റ്, ബോർഡിംഗ്, ഓർഫനേജ്, ഹോസ്റ്റൽ വാർഡൻ തുടങ്ങിയവയിലൂടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഈശോയോടൊപ്പം നടന്നു നീങ്ങുകയും കണ്ടുമുട്ടിയവർക്കെല്ലാം ഒരു അനുഗ്രഹമാവുകയും ചെയ്ത സിസ്റ്റർ അട്ടപ്പാടിയിൽ 16 വർഷവും മധ്യപ്രദേശിലെ മിഷൻ പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ ഇസബൽ തൃശൂർ അതിരൂപത മണലൂർ ഇടവക
ആന്റണി മേരി ദമ്പതികളുടെ 7 മക്കളിൽ 3ാമത്തെ പുത്രിയായി ജനിച്ച സിസ്റ്റർ ഇസബൽ 1975 CMCയിൽ ചേരുകയും ദിവ്യനാഥന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുകയും ചെയ്തു. പാലക്കാട് ജെ ക്രിസ്റ്റോ പ്രോവിൻസിൽ മിഷൻ പ്രവർത്തന രംഗമായ മധ്യപ്രദേശിലെ ഇൻഡോർ തന്റെ പ്രേക്ഷിത രംഗമായി തിരഞ്ഞെടുക്കുകയും ക്രിസ്റ്റോ പ്രോവിൻസ് രൂപപ്പെട്ടപ്പോൾ അവിടേക്ക് ഓപ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ മിഷനറിയായി തന്റെ ജീവിതം പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കുകയും തന്റെ സമർപ്പണ വഴിയെ ക്രിസ്തുവിനോടും അവിടുത്തെ ജനത്തോടും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും സാക്ഷിയാണ്. സിസ്റ്റർ ജോസ്മിൻ ഇരിങ്ങാലക്കുട രൂപത പരപ്പൂക്കര ഇടവക ചെറിയത്ത് മൂർക്കനാട്ടുകാരൻ അന്തോണിയുടെയും മാത്രിയുടെയും 5ാമത്തെ മകളായി 1954 ജനനം. 1973 CMCയിൽ പ്രവേശിക്കുകയും 1975 ആദ്യ വ്രതാർപ്പണത്തിലൂടെ നാഥന്റെ സ്വന്തമാവുകയും ചെയ്തു. സിസ്റ്ററിന്റെ ചേച്ചി സിസ്റ്റർ ഫെലീസിയ CMC തൃശൂർ നിർമ്മല പ്രൊവിൻസ് അംഗമാണ്. തന്റെ പ്രധാന പ്രേക്ഷിത രംഗമായ മേഴ്സി കോളേജിൽ 26 വർഷം ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് അനുഗ്രഹമായി തീർന്ന സിസ്റ്റർ ജോസ്മിന് സുവർണ ജൂബിലി മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. സിസ്റ്റർ ട്രീന പരേതരായ ഫ്രാൻസിസിന്റെയും മറിയാമ്മയുടെയും 5 മക്കളിൽ 4ാമത്തെ മകളാണ്. പാലക്കാട് ജെ ക്രിസ്റ്റോ പ്രോവിൻസിൽ അംഗമായിരിക്കുമ്പോൾ 6 വർഷക്കാലം സെന്റ് ജോസഫ് പ്രസിൽ സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ ജയറാണി പ്രോവിൻസിൽ സ്കൂളിൽ ഓഫീസ് സ്റ്റാഫ് ദൈവത്തിനും ദൈവജനത്തിനുമായി ത്യാഗപൂർവം തീക്ഷ്ണതയോടെ സേവനം ചെയ്യുന്നു. സിസ്റ്റർ ട്രീനി MB ജോർജിന്റെയും സെലിൻ ജോർജിന്റെയും 6ാമത്തെ മകൾ. സഹോദരിമാർ 2 പേർ സമർപ്പിതർ, സിസ്റ്റർ ഗ്ലാഡിസ്, സിസ്റ്റർ സാഫല്യ. മേഴ്സി കോളേജിലെ ഓഫീസിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സിസ്റ്റർ മത അധ്യാപനത്തിലൂടെയും തന്റെ പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസത്തിലേക്കും ഈശോയുമായുള്ള ബന്ധത്തിലേക്കും ദൈവജനത്തെ തീക്ഷ്ണതയോടെ നയിക്കുകയും ഇപ്പോൾ ജൂനിയർ മിസ്ട്രസ്സായി കൊച്ചു സഹോദരിമാർക്ക് ഈശോയെ അനുകരിക്കുന്നതിൽ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുമ്പോൾ ജൂബിലിയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. സിസ്റ്റർ സൂസൻ തെരേസ് പത്രോസിന്റെയും മേരിയുടെയും 6 മക്കളിൽ 5ാമത്തെ മകളായി ജനിച്ച സിസ്റ്റർ സൂസൻ തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് കർമ്മലയിലേക്ക് കടന്നു വന്നു. സമർപ്പണ വഴിയിൽ എന്നും പ്രാർത്ഥനയിലൂടെ ശക്തി പകരാൻ സ്വന്തം സഹോദരൻ ഫാദർ ജോസഫ് CMIയും സിസ്റ്ററിന്റെ ഒപ്പമുണ്ട്. തന്റെ തീക്ഷ്ണത നിറഞ്ഞ ജീവിതത്തിലൂടെയും അധ്യാപന പ്രേക്ഷിത ശുശ്രൂഷയിലൂടെ അനേകം കുഞ്ഞുമക്കൾക്ക് വിജ്ഞാനം പകരാനും ദൈവകൃപകൾ വർഷിക്കാനും ഉപകരണമായി തീർന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ സൂസൻ തെരേസ്, സിസ്റ്റർ അഞ്ജലി മാത്യു വിക്കയുടെയും മേരി മാത്യുവിന്റെയും മൂത്ത മകളായി ജനിച്ച സിസ്റ്റർ അഞ്ജലി ഈശോയോട് ഒന്നു ചേർന്നുള്ള ജീവിതം കൂടുതൽ മഹത്വമായി കണക്കാക്കി CMC സന്യാസിനി സഭയിൽ ചേരുകയും ദൈവരാജ്യം എല്ലാവരിലേക്കും എത്തിക്കാനായി തീക്ഷ്ണതയോടെ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അധ്യാപനത്തിലൂടെയും സന്യാസാർത്ഥിനികളെ പരിശീലിപ്പിച്ചും ഈശോയുടെ സ്നേഹവും കാരുണ്യവും അനേകം മക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഇപ്പോൾ ജയറാണി പ്രോവിൻസിന്റെ അംഗമായി സേവനം ചെയ്യുമ്പോൾ സിസ്റ്ററിന്റെ മുന്നോട്ടുള്ള സമർപ്പണ വഴിയിൽ ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിൽവർ ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. സിസ്റ്റർ അർപ്പിത പുലിക്കോട്ടിൽ വർക്കി ലില്ലി മാതാപിതാക്കളുടെ മൂത്ത മകളായി ജനിച്ച സിസ്റ്റർ അർപ്പിത തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് ജെ ക്രിസ്റ്റോ പ്രോവിൻസിൽ അംഗമായി ചേരുകയും കർമ്മലയുടെ ചൈതന്യം സ്വന്തമാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ട് അട്ടപ്പാടി മേഖലയിലുള്ള സ്കൂളുകളിൽ ഓഫീസ് ജോലി ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മഹാജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ വാഹകരാകുവാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.